കാലം അറിയില്ല. ജസ്റ്റ് അത് ഖുർആൻ തന്നെ പറയുന്നത് സൂറത്തുൽ പല ഗോത്രങ്ങളും വർണ്ണങ്ങളിലാക്കിയത് ഈ താഴഫ് പരസ്പരം അറിയാനും പരിചയപ്പെടാനാണ്. ഇതിൻ്റെ പുറത്ത് ഞാനൊരു ലഭ്യത നിങ്ങളെ സഹായിക്കുകയും വികാരത്തിലെ ചെറിയൊരു കാര്യമാണ്. എൻ്റെ പേര് അബ്ദുൽ മജീദ് അബ്ദുള്ള കുച്ചിയാടിയാണ്. എന്നെ നിങ്ങൾക്ക് അറിയില്ല, പലർക്കും അറിയില്ല. പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട കരീം മൗലവിയാണ്. കരീം മൗലവിയുടെ അനുജനാണ്. പിന്നെ റഹീം കുറ്റിയാടി എന്നും അയാളെ അനുജനാണ്. ഞങ്ങൾ കുറേ പ്രദർശനമുണ്ട്. ഞാൻ ഏഴാമത്തെ എൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള കുട്ടി മൗലവി. അദ്ദേഹം കുറ്റിയാടി ഇസ്ലാമിക് കോളേജ് ആദ്യം ഉണ്ടാക്കുകയും അതിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പാൾമാരായിരുന്നു. ആ സ്ഥാപനത്തിൽ തന്നെ ഞങ്ങളുടെ മക്കളെല്ലാം അധികം പഠിച്ചത്. പിന്നെ ഞാനിവിടെ എത്തിയിട്ട് 34 വർഷമായി. അപ്പം വരുമ്പം തന്നെ നീയത്തരത്തിൽ വേഗം ഇവിടെ എത്തി ശമ്പളമില്ലാതെ നാട്ടിൽ പോകുന്നതെല്ലാം അള്ളാഹ് തോന്നിപ്പിച്ചത്. ഇവിടെ എത്തിയ ഉടനെ ഹജ്ജ് ചെയ്യണമെന്നാണ്. അപ്പം ആദ്യം എത്തിയ ഉടനെ തന്നെ ഞാനെന്ത് തന്നാൽ 7000 റിയാൽ അന്ന് 34 കൊല്ലം മുമ്പ് വിസക്ക് കൊടുത്ത് അത് വീട്ടി 1 കൊല്ലത്തെ ശമ്പളം. പിന്നെ ഉടനെ ഹജ്ജിനെല്ലാം ഉണ്ടാക്കി. അങ്ങനെ ശേഷമാണ് ഹജ്ജ്. പിന്നെ അതിൻ്റെ തൊട്ട് 2 വർഷം കഴിഞ്ഞ ശേഷം എൻ്റെ മാതാവിനെ കൂട്ടിയിട്ട് ദോഹയിലെത്തി. ദോഹയിൽ വിമാനം പോയി ഉംറക്ക് പോയി. പിന്നെ 30 കൊല്ലത്തിൻ്റെ ഇടക്ക് ശേഷമാണ് ഈ കഴിഞ്ഞ റമദാനിൽ പോകാൻ കഴിഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് അത് പോകാൻ കാരണം ഞാനല്ല പക്ഷേ രസമുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകളുടെ ഭർത്താവ് ഷമീൽ അഹമ്മദ് അവരുണ്ട്. അവൻ നിങ്ങൾ എത്ര കാലം ഈ ഐക്യത ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഉംറക്ക് പോയില്ല എന്നുള്ള ചോദിച്ചു. ഉമ്മയുടെ ചോദ്യം എൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടി. അപ്പോൾ ഉടനെ വിളിച്ച് അസോസിയേഷൻ വിളിച്ചപ്പോൾ ഒരു നമ്പർ പോയിട്ടുണ്ട്. ആ നമ്പറാണ് ഞാൻ എല്ലാ ക്ലാസ്സും എല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവസാനത്തെ നമ്പറിൽ എനിക്ക് വിളിത്തി. വളരെ അതും മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ 34 കൊല്ലം നമ്മുടെ അമീർ അവറുകൾ, പിന്നെ നമ്മുടെ മെയിൻ അമീർ അവർക്ക് സലീം മൗലവിൻ്റെ കൂടി പ്രിയപ്പെട്ട എൻ്റെ TK അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും കൂടെ എല്ലാം ഒരുമിച്ച് പോകാൻ കഴിഞ്ഞു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ഏറ്റവും വെള്ളിയാഴ്ച ശ്രദ്ധയിലെ എന്തായാലും ക്ലാസ്. ഞാൻ ആദ്യം ഉംറക്കും മജ്ജിനും ഹറം കാണാതെ കൈവത്തിക്കുന്നു. ഒരുപാട് ആളെ ഞാൻ ബോധിച്ചു. അവന് ഇന്ന് മുതൽ ശമ്പളം കിട്ടുമ്പോൾ 200 കഴിവുള്ളവർ ഹജ്ജിലുള്ള. ഇനി അല്ലാത്ത ഏറി വന്ന 2,500 വേണ്ടു. ഉടനെ എന്ത് ചെയ്യുക, ഒരു കൊടുത്ത അതിൽ 200 റിയാലോ 100 റിയാലോ ഇട്ടാൽ സുഖമായിട്ട് പിന്നെ റമദാൻ വന്നത്. കാരണം ഇനി എൻ്റെ പ്രസംഗം തന്നെ ഏത് സദസ്സിൽ കണ്ടാലും ആ ഹറമ് കാണാൻ കഴിയാത്ത സഹോദരിമാരെയും സഹോദരന്മാരെയും എങ്ങനെയും പ്രേരിപ്പിച്ചിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും അവിടെ എത്തിക്കുമെന്നാണ് ഷാർദ. അതുകൊണ്ട് പിന്നെ കൂടുതൽ പറയാനുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞതുപോലെ അതുകൊണ്ട് ഈ നേരത്തെ നമ്മളെ സാർ പറഞ്ഞ പോലെ നമ്മളെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഈ ബന്ധം വിട്ടുപോകണം. കാരണം ഞങ്ങൾക്ക് നല്ല പാഠങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്ക് തോന്നുന്നു അടുക്കുന്നു. ഇന്ത്യൻ അസോസിയേഷൻ എല്ലാം ഗുണം ഉണ്ടാവാം, നിങ്ങൾക്ക് ആ ഗുണം ഉണ്ടാവാം, എന്നാൽ നമുക്ക് ആരാണല്ലോ. അപ്പം ഏത് ലേണിംഗ് ക്ലാസ്സുകൾ, ട്രെയിനിങ് ക്ലാസ്സുകൾ, ഏതെല്ലാം ക്ലാസ്സുകളാണ് ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ മാസം 40,000 രൂപ ഖുർആനിലത്തെ CD എടുക്കാൻ വന്നത്. വരുന്ന ആഴ്ച ആ CD ദോഹയെടുത്ത് 2000 CD. അപ്പോൾ അത് നല്ല വൃത്തിയിൽ തെറ്റില്ലാണ്ട് ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യാതെ പിന്നെ കമ്പ്യൂട്ടറിൽ കൂടെയെല്ലാം നോക്കി പഠിക്കാൻ കഴിയും. അള്ളാഹു വേഗം എത്തട്ടെ, ഉപയോഗപ്പെടുത്താൻ സൗകര്യമാക്കട്ടെ. പക്ഷെ അതുകൊണ്ട് വളർന്നത് നമ്മളെ പ്രാർത്ഥനയെ പ്രത്യേകം നമ്മൾ പെടുത്തുക. ഈ കിട്ടിയ അനുഭവങ്ങൾ പരസ്പരം ബന്ധം നിലനിർത്തി പോവുക. അങ്ങനെ നമ്മുടെ ഈ ബന്ധം ഈ കഴിഞ്ഞ അതുപോലെ പ്രാർത്ഥനക്ക് മഞ്ചദ്ദ വജത എന്നാണ്. ആരെങ്കിലും ശ്രമിച്ചാൽ അള്ളാഹു അത് ഒരുക്കി കൊടുക്കുന്നതാണ്. കാരണം ഞാൻ എൻ്റെ ചെറിയ മേശയിൽ എടുത്തു പറഞ്ഞതല്ല, വളരെ എപ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടുന്നത് എനിക്ക് വല്ലാത്തൊരു ആവേശം. അത് കിട്ടാറുമുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പം മക്കത്ത് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഒരൊറ്റ പ്രാർത്ഥന ആടുന്നത് റബ്ബേ ആ മദീന എന്നതിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടണേ എന്ന് പ്രാർത്ഥന. ഞാൻ മെനക്കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 2 ദിവസം ആ 2 ദിവസവും ഫസ്റ്റ് സ്റ്റെപ്പ് അൽഹംദുലില്ലാഹ് കിട്ടി. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ താല്പര്യം നമുക്ക് എപ്പോഴും വേണം. പിന്നെ അതുപോലെ പിന്നെ കൂട്ടത്തിൽ എൻ്റെ സഹോദരന്മാർ വന്ന് ഉംറക്കും ഹജ്ജിനും ചിലപ്പോൾ വലിയ ആവേശം കാണിക്കുന്നതാണ്. പക്ഷെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആവശ്യമില്ല. വീട്ടിൽ മടങ്ങിയെത്തിയിട്ട് നമസ്കാരത്തിന്റെ കാര്യത്തിലോ മുമ്പ് കഴിഞ്ഞാൽ
ആവേശമോ താല്പര്യമോ കാണില്ല. അത് പാടില്ല. കാരണം ഖിയാമെന്നാണ് ഇന്ന അവലുമായി ഖിയാമെന്നാണ് ആദ്യമായി യുദ്ധം ചെയ്യുക. ഉംറയുടെ ഹജ്ജ് ഒന്നല്ല, ഈ നിഷ്കരിച്ചുകൊണ്ട് അള്ളാഹു കൊടുക്കാം. കാരണം അത് മേളാജ് രാവിലെ അള്ളാഹു നിർബന്ധമാക്കി കടക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ എവിടെയായിരുന്നാലും പട്ടാളികൾ വണ്ടി വാങ്ങെടുക്കുമ്പോൾ ഒറ്റ ചവിട്ടാൻ വേണ്ടി ഇതിന്റെ പള്ളിയെ നിസ്കരിക്കും. ഞാൻ പലപ്പോഴും കള്ള ടാക്സിക്കാരിൽ ബന്ധപ്പെടുമ്പോൾ ചെല്ലുമ്പോൾ നിസ്കാരം കിട്ടില്ല, പള്ളിയില്ല, ജമാഅത്തില്ല പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ ഈ താല്പര്യം കാണിച്ച ഇത് സുന്നത്തേ ഉള്ളൂ, പക്ഷെ ഫർദ് നിയമങ്ങളാണ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് അസോസിയേഷന്റെ ഓരോ പരിപാടികളും അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വാതിലുകളുണ്ട്, ഒരുപാട് സീഡികൾ തുച്ഛമായ 2 റിയാലാണ് ഖുർആന്റെ തയ്യീദ് പഠിക്കും ഇവിടെ വെക്കുന്നത്. അപ്പോ എത്രയോ അനുഗ്രഹം. ഞാൻ അജ്ഞം പോയ കാലത്ത് ഒരു അസോസിയേഷന്റെ ക്ലാസ്സോ പരിപാടിയോ ഒന്നുമില്ല, അറബിയുടെ കൂടെയാണ് പോയത്. ഭക്ഷണം ഇല്ലാണ്ട് വിഷമിച്ചിട്ടാണ്. എന്നുവെച്ചാൽ മിനയിലെല്ലാം കക്കൂസൊന്നുമില്ല, ദൂരെ പോയിട്ട് മടക്കിരിക്കൊന്നുമില്ല നാട്ടില്. അതുപോലെ അത്ര ഇപ്പൊ അൽഹംദുലില്ലാ എന്തിനോ സൗകര്യങ്ങളും. അതുപോലെ എന്റെ ജീവിതത്തിൽ മെരിക്കുന്നവർ മറക്കാൻ കഴിയാത്ത നോമ്പ് തുടങ്ങിയാണ് അളവിലുണ്ട്. എപ്പോ ആര് പോയാലും റൂമിൽ വെച്ച് നോമ്പ് തുറക്കുന്നത്. കാരണം 25 ലക്ഷത്തോളം ആൾക്കാർ 5 മിനിറ്റ് കൊണ്ട് ഇത്ര ക്ഷണ ആ പേപ്പടി വിരിക്കുന്നു, ആ വെള്ളം കൊടുക്കുന്നു, അതുപോലെ കാരൊക്കെ എടുക്കുന്നതെല്ലാം അത്ഭുതം. ഒരു മോചിതത്തായിട്ട് എനിക്ക് തോന്നി. ഞാൻ അധിക അടങ്ങുന്നതാണ് നോമ്പോടുന്നത് എന്ന് നമ്മളല്ലേ അട്ടിപ്പത്തിന് നിന്നോ ഒരു അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് പഠിച്ചല്ലേ ഒരു കാരൊക്കെ കൊണ്ട് ദന്തം കൊണ്ട് നോമ്പോടുക്കുന്നത്. അത് ഇന്നും പച്ചയായിട്ട് ഹറമിലേക്ക് 2 ഹറമുകളിൽ ജീവിക്കുന്ന ചരിത്രം അവിടെ പങ്കെടുക്കുമെന്ന് നമുക്ക് കഴിയാം. അതുകൊണ്ട് ഇനിയും നിങ്ങൾ റമദാനില ഉംറ ചെയ്താൽ ഹജ്ജ് ചെയ്ത കൂലിയാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാത്തവർ നിരാശപ്പെടേണ്ട, സാമ്പത്തികമായ ശേഷിയില്ലാത്തവർ നിരാശപ്പെടേണ്ട. ഇൻഷാ അല്ലാഹ് വരുന്ന റമദാൻ എല്ലാ നമ്മളെ കുടുംബങ്ങളെ കൂടി എത്തിപ്പിച്ചുകൊണ്ട്, നമ്മുടെ സഹോദരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധ ഹറമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഹറം ലോകത്താദ്യമായിട്ട് ആരാധിക്കാൻ വേണ്ടി അള്ളാഹു നിർമ്മിച്ച പള്ളിയാണത്. ചില്ലറയില്ല. എത്ര 1,24,000 പ്രവാചകന്മാർ. അങ്ങനെയല്ല ആഴത്തിലും പരപ്പിലും അതിനെ പഠിച്ച് മനസ്സിലാക്കിയ ചെയ്യുമ്പോൾ മനസ്സിനൊരു കിടിലം കൊണ്ടു. അല്ലെങ്കിൽ ഒരു തടവല തോന്നുക, ഒരു തടവലല്ല ഇത്. ഒരുപാട് ലക്ഷങ്ങൾ പ്രവാചകന്മാർ ലക്ഷക്കണക്കിന് മലക്കുകൾ പൊതിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സദസ് ഹറമുകൾ. അതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ ചില്ലറ ഭാഗ്യമല്ല. അൽഹംദുലില്ലാ അവർ തൗഫീഖിനാണ്. ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം കിട്ടി, മുഹമ്മദ് സ്വല്ലല്ലാഹു വിളിക്കുത്തരം നമ്മൾക്ക് നൽകി. അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക കണ്ടില്ലേ. വേറെ സ്ഥലത്തിലാണ് ഇപ്പോഴും പ്രേരിപ്പിച്ചതിന്റെ പേരിൽ റമദാൻ മാസത്തിൽ 6 ലക്ഷം രൂപ കിട്ടി, തൊട്ടോട്ട് 12 ലക്ഷം രൂപ കിട്ടി. ഇത് പ്രേരിപ്പിച്ചതിന്റെ പേര് ഇഫ്താർ സാധനല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഖുർആന്റെ ഓരോ ആയത്തുകളും അതിന്റെ അക്ഷരാർത്ഥത്തിൽ അറിയുകയും പഠിക്കുകയും ചെയ്യാൻ നമ്മളെ കിടിലം വിളിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളെ പല സഹോദരന്മാർക്ക് ഞാൻ ചോദിച്ചു, എന്റെ ഗ്രൂപ്പ് വളരെ സജീവമായ ഗ്രൂപ്പായിരുന്നു. അൽഹംദുലില്ലാ നല്ല ചെറുപ്പക്കാർ, എന്തൊരു ആവേശമുള്ള ചെറുപ്പക്കാർ. അൽഹംദുലില്ലാ വളരെ സന്തോഷം എനിക്ക് തോന്നി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നിങ്ങൾ ഖുർആന്റെ അർത്ഥം പഠിക്കുക. കാരണം അതികളിലെ സൂറത്തുൽ മുഹമ്മദിൽ അല്ലാഹു പറയാൻ നിങ്ങൾ ഖുർആനെ പറ്റി പരിചിന്തനം ചെയ്യുന്നില്ലേ, അഥവാ നിങ്ങളുടെ ഹൃദയങ്ങൾ ആമപ്പെട്ടിട്ട് വേണം അല്ലാഹു ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സൂറത്തിൽ ഫാത്തിഹയുടെ അർത്ഥം തന്നെ 30 കൊല്ലം മുന്നിൽ അറിഞ്ഞുകൂടാ. ഞാൻ ചില വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചവരോട് പറയുന്നത് വെച്ച് സൂറത്തിൽ ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞുകൂടാ നമ്മളെ കൗമ്. അതുകൊണ്ട് സഹോദരന്മാർ ആദ്യമായിട്ട് ആ വഹി ഇറങ്ങി തന്നെ ഇക്റ ഡോക്ടറാണെന്നോ എഞ്ചിനീയറാണെന്നോ എല്ലാം ഒന്നല്ല പറഞ്ഞ് കച്ചവടം ചെയ്യുന്നില്ല. ഇക്റ പഠിക്ക്. ആ മതത്തിന് അള്ളാഹുവിന്റെ റസൂൽ മാനബിഖാരി എന്ന് അറിവില്ല പോകാ, നീ അറിയില്ലാണ്ടായ പറ്റൂല, പഠിക്ക് 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം കിടിലം കൊള്ളിപ്പിച്ച രംഗം. അതുകൊണ്ട് സഹോദരന്മാരെ ആയത്തിന് നന്നായിട്ട് പഠിക്കാത്ത പഠിക്കാം. നിങ്ങളെ ഖുർആനെ പറ്റി അല്ലാഹു നേടുന്നില്ല. ഈ സത്യം ഇത് കിട്ടില്ല പേടിയോട്ടാ പറഞ്ഞത്. അലിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് വലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫ് ഹർഫ് വലാം ഹർഫ് വമീം ഹർഫ്. നമുക്ക് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ് വന്നു കഴിഞ്ഞാൽ അവന് 10 പുണ്യങ്ങൾ 10,000 പുണ്യമുണ്ട്.
പിന്നെ അതിന്റെ വിശേഷം പറഞ്ഞു. അലിഫ് ലാം മീം എന്നാൽ ഞാനൊരു കലിമ എന്ന് പറഞ്ഞില്ല. അലിഫ് ഒരു ഹർഫ്, ലാം ഒരു ഹർഫ്, മീം ഒരു ഹർഫ്, 30 ഹർഫ് ചെയ്ത കൂലി. ഇങ്ങനെ കൂലി കിട്ടുന്ന ഖുർആനെ നോക്കിയാൽ തന്നെ കൂലിയാന്നാ. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നാമർച്ചി കണ്ണ് സാക്ഷ്യം വഹിച്ചാൽ അത് ഖിയാമത്ത് നാൾ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമിയിൽ പറയുന്ന പോലെ അവർ അതുകൊണ്ട് ഖുർആനെ അർത്ഥത്തോടെ ആശയത്തോടുകൂടി വിശദീകരണത്തോടെ മനസ്സിലാക്കി ഖുർആന്റെ കോപ്പികളായി അല്ലാഹു നമ്മെ ആക്കുമാറാകട്ടെ. അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ചാൻസുകൾ ഇന്നലെ ഇമെയിൽ തുറന്നപ്പോ ഖുർആൻ ക്ലാസ് ഇന്ന് തുടങ്ങി, ഇന്നലെ തുടങ്ങി, മെഞ്ഞാന്ന് തുടങ്ങിയ ന്യൂസുകൾ അതിനെ നിങ്ങൾ അവഗണിച്ചാൽ അല്ലാഹു ഖിയാമത്ത് നാളിൽ അന്ധനായിട്ടാണ് അവതരിപ്പിക്കുക. സൂറത്ത് താഹ പോലെ വമൻ അഅറദ അൻ സിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. എന്റെ ദൃഷ്ടാന്തങ്ങളെയും എന്റെ ക്ലാസുകളെയും എന്റെ ഖുർആനെല്ലാം അവഗണിച്ചാൽ ഓന് കുടുസായ ജീവിതമായിരിക്കുന്ന അത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ അന്ധനായിട്ടാണ് അവതരിപ്പിക്കപ്പെടുക. അപ്പൊ ഞാൻ ഇവിടെ കണ്ടു ഉള്ളവരായിരുന്നല്ലോ, എന്റെ എന്തിനാ ആ കണ്ണുപൊട്ടലായിട്ട് അവതരിപ്പിച്ചത്? കാരണം എന്റെ ആയാത്തുകൾ ഇന്ന് ബിൽമാബൂദും മത്സരത്തിലും നെയ്ജയിലും നെജിമയിലെല്ലാം ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു. നീ എന്ന് ചെന്ന് നോക്കിയിരുന്നോ? നീ ക്ലാസ്സിൽ ഇരുന്നിരുന്നോ? കുത്തുബ കഴിഞ്ഞ ഉടനെ കുറച്ചു നേരം പള്ളിയിൽ ഇരുന്നിരുന്നോ? എന്തെല്ലാം ചാൻസുകൾ ഉണ്ടായിരുന്നു. നീ എന്ത് അവഗണിച്ചു കഴിഞ്ഞു? നിനക്കോ ഇങ്ങോട്ട് വരുമ്പോ കാലി പാസ്പോർട്ടായിട്ടായിരുന്നു. ഇപ്പൊ കോടിയുടെ ആശയാണ് നീ. എന്നിട്ടും അള്ളാഹ് മാറുന്നു. അതുകൊണ്ട് അള്ളാഹ് നമ്മളെ വെറുതെ കേട്ടുന്നില്ല. ആ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് തെറ്റോ തരട്ടെ. ദീനിനെ നന്നായിട്ട് മനസ്സിലാക്കുവാനും അർത്ഥത്തിലും ആശയത്തിലും മനസ്സിലാക്കുവാനും ജീവിച്ച് മരിക്കുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആദ്യത്തിൽ തുടക്കത്തിൽ ആ ഖിറാഅത്ത് ആ പ്രത്യേകം പഠിക്കുക, അതിന്റെ വ്യാഖ്യാനം പഠിക്കുക. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اجعلنا من النار وادخلنا الجنة يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا ونذول همنا وغمنا يا ارحم الراحمين. اللهم اهدنا بالقرآن، اللهم اهدنا بالقرآن، اللهم اهدنا بالقرآن. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم. آمين 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 برحمتك يا ارحم الراحمين. السلام عليكم.